So we are starting with first module. So the first module in disaster management, first topic is systems of Earth. Systems of Earth. So out of the 8 planets, Earth is the planet in which we live. Living organisms live in the planet Earth. And as you have all studied in your school days in geography, we all know that the Earth is made up of following subsystems: lithosphere or geosphere, atmosphere, hydrosphere, the great ice caps, the sea ice in the polar regions and many mountain glaciers known as cryosphere, and the living world known as biosphere. The Earth is made up of the following subsystems. So, Earth endellam subsystems undu Earthile? Lithosphere or geosphere, atmosphere, hydrosphere, cryosphere, and the living world known as biosphere. So the various systems of Earth are geosphere, hydrosphere, atmosphere, then cryosphere and biosphere. ഇനി പണ്ട് പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ജിയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റോക്ക്, സോയിൽ അതെല്ലാം വരുന്നതാണ് ജിയോസ്ഫിയർ. അതിനെ നമ്മൾ ലിഥോസ്ഫിയർ എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജിയോസ്ഫിയർ എന്ന് പറയുമ്പോൾ ലാൻഡ് ഏരിയ വരുന്ന എല്ലാം ഈ ജിയോസ്ഫിയറിൽ വരുന്നത്. റോക്ക്, സോയിൽ, അങ്ങനെ. ഈ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം വാട്ടർ ബോഡീസ് വരുന്നതാണ് ഹൈഡ്രോസ്ഫിയറിൽ വരുന്നത്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എയർ ആയിരിക്കും. ദെൻ ക്രയോസ്ഫിയർ എന്ന് പറയുന്നത് ഐസ് ഉള്ള റീജിയൻസ് ആണ്. ഐസ് വരുന്നതെല്ലാം ക്രയോസ്ഫിയർ. ആൻഡ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത്, അതായത് ജിയോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും കൂടെ ചേർന്ന് വരുന്നത്, അതായത് മനുഷ്യൻ ജീവിക്കുന്നത് ഏത് സിസ്റ്റത്തിലാണ്? ബയോസ്ഫിയർ. ദാറ്റ് ഈസ് ദി ലിവിങ് വേൾഡ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വരുന്നതാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയറിലാണ് living organisms survive ചെയ്യുന്നത്. So the systems of Earth. The Earth is made up of the following subsystems: lithosphere or geosphere, atmosphere, hydrosphere, the great ice caps, the sea in the polar regions and the many mountain glaciers known as cryosphere, and the living world biosphere. Now let us see each of the systems in detail. ഇതെല്ലാം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുന്ന പോലെ ഉള്ളൂ. അതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ആദ്യം വരുന്നത്. വേരിയസ് സിസ്റ്റംസ് ഓഫ് എർത്ത്. ഫസ്റ്റ് ഇസ് geosphere. So the Earth's internal structure is subdivided into mantle, crust and core and was formed very early during its development. അപ്പോൾ എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, ഈ ജിയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സ്ട്രക്ചർ ആണ് അവിടെ പറയുന്നത്. സോ ജിയോസ്ഫിയർ എന്ന് പറഞ്ഞ സോൺ എന്ന് പറഞ്ഞാൽ എർത്ത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, എർത്തിന്റെ സ്ട്രക്ചർ, അതാണ് ഈ ജിയോസ്ഫിയറിൽ വരുന്നത്. സോ എർത്ത് ഇന്റേണൽ സ്ട്രക്ചർ ഇസ് സബ്ഡിവൈഡഡ് ഇൻടു crust, mantle and core. The Earth's internal structure is divided into crust, mantle and core. അപ്പോൾ ജിയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്രസ്റ്റ് ഉണ്ട്, മാന്റിൽ ഉണ്ട്, കോർ ഉണ്ട്. അത് എർത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഏർലി സ്റ്റേജസിൽ തന്നെ ഇതെല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. So compared to the earth radius, the crust is extremely thin. എർത്തിന്റെ റേഡിയസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ crust is extremely thin. Crust is extremely thin.
that is 4 to 7 kilometers under the ocean and about 100 kilometers under the continents. അപ്പോൾ നമ്മൾ എർത്തിന്റെ റേഡിയസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ക്രസ്റ്റ് വളരെ തിൻ ആണ്. Then at the mid-ocean ridges, which can be described as a series of active magma chambers. അപ്പോൾ mid-ocean ridges ന്റെ അടുത്ത് crust എന്ന് പറയുന്നത് it can be as a series of active magma chambers. അപ്പോൾ നമ്മൾ ജിയോസ്ഫിയർ പറയുവാണെങ്കിൽ ജിയോസ്ഫിയറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ജിയോസ്ഫിയർ എന്ന് പറയുന്നത് എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ലെയർ ആണ് ജിയോസ്ഫിയർ. എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചർ വരുന്ന സബ്സിസ്റ്റത്തിനെയാണ് ജിയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് അഗൈൻ സബ്ഡിവൈഡഡ് ഇൻടു ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് core. The geosphere is again divided into crust, mantle and core. Now let us look into detail about the internal structure. Internal structure of Earth. Let's look into detail the internal structure of Earth. And the first one is the crust. First വരുന്നത് crust. Crust എന്ന് പറയുന്നത് it is the uppermost shell of Earth. Crust is the uppermost shell of Earth. Earthന്റെ uppermost shell ആണ് crust എന്ന് വിളിക്കുന്നത്. Crust തന്നെ നമുക്ക് മൂന്ന് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ is mountain areas, then continental areas, mountain area ഉണ്ട്, continental areas ഉണ്ട്, and C, oceanic areas. So uppermost shell of the earth നെ എന്ത് വിളിക്കുന്നു? ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത് എടുക്കുമ്പോൾ uppermost shell-നെ വിളിക്കുന്ന പേരാണ് crust. അപ്പോൾ ക്രസ്റ്റിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. മൗണ്ടൻ ഏരിയാസ്, കോണ്ടിനെന്റൽ ഏരിയാസ് ആൻഡ് ഓഷ്യനിക് ഏരിയാസ്. മൗണ്ടൻ ഏരിയാസ്, കോണ്ടിനെന്റൽ ഏരിയാസ് ആൻഡ് ഓഷ്യനിക് ഏരിയാസ്. അപ്പോൾ മൗണ്ടൻ ഏരിയാസിൽ പറയുന്നത് മൗണ്ടൻ ഏരിയാസിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അണ്ടർ ഹിമാലയസ്, ഹിന്ദുകുഷ് മൗണ്ടൻസ് ആൻഡ് ആൻഡസ്. അപ്പോൾ ഹിമാലയസിന്റെ അവിടെയാണെങ്കിൽ ക്രസ്റ്റിന് ഒരു 70 to 75 കിലോമീറ്റർ തിക്നെസ്, ഹിന്ദുകുഷിന്റെ അവിടെ ഒരു 60 കിലോമീറ്റർ തിക്നെസ് ആൻഡ് ആൻഡസിന്റെ അവിടെ ഒരു 75 കിലോമീറ്റർ തിക്നെസ്. അപ്പൊ നമ്മൾ മൗണ്ടൻ ഏരിയാസിൽ തിക്നെസ് പറയുവാണെങ്കിൽ 60 to 75 കിലോമീറ്റർ റേഞ്ചിലാണ് തിക്നെസ് വരുന്നത്. മൗണ്ടൻ ഏരിയാസിലെ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് about 60 to 75 കിലോമീറ്റേഴ്സ്. whereas കോണ്ടിനെന്റൽ ഏരിയാസിലെ തിക്നെസ് വരുന്നത് 30 to 40 കിലോമീറ്റർ തിക്നെസ്. കോണ്ടിനെന്റൽ ഏരിയാസ് ആണെങ്കിൽ about 30 to 40 കിലോമീറ്റർ തിക്നെസ് ആൻഡ് ഓഷ്യനിക് ഏരിയാസ് ആണെങ്കിൽ തിക്നെസ് 19 to 5 kilometers. 19 to 5 kilometers. അപ്പോൾ ഇതാണ് ക്രസ്റ്റിന്റെ തിക്നെസ്. മൗണ്ടൻ ഏരിയാസ് ആണെങ്കിൽ 60 to 75 കിലോമീറ്റേഴ്സ്, കോണ്ടിനെന്റൽ ഏരിയാസിൽ 30 to 40 കിലോമീറ്റർ തിക്നെസ് ആൻഡ് ഓഷ്യനിക് ഏരിയാസിൽ 19 to 5 കിലോമീറ്റർ തിക്നെസ്. Now let us see continental crust. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചുകൂടെ അറിയാനുള്ളത് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ ഓഷ്യനിക് ക്രസ്റ്റിനെ കുറിച്ചാണ് അറിയേണ്ടത്. കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ മൂന്ന് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. The continental crust is divided into 3 layers. Continental crust is divided into 3 layers. Continental crust is divided into 3 layers. ഏതൊക്കെ ലെയർ ആണ്? A, B and C. അതിലെ ഫസ്റ്റ് വൺ is A or upper layer.
കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നതാണ് എ ഓർ അപ്പർ ലെയർ. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഇതിനെ അറിഞ്ഞിരിക്കണം, പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. തിക്നെസ് is 2 to 10 കിലോമീറ്റർ. then density will be low. എ ലെയറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ലോ ഡെൻസിറ്റി അറൌണ്ട് 2.2 gram per cubic centimeter. and A layer or the upper layer is mostly made up of sedimentary rocks. It is mostly made of sedimentary rocks. അപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എ ഓർ ദി അപ്പർ ലെയർ വിത്ത് എ തിക്നെസ് ഓഫ് റേഞ്ച് 2 to 10 kilometers and low density 2.2 gram per cc, and it's mostly made up of sedimentary rocks. Now second layer is the B or middle layer. B or middle layer. Second layer is B or middle layer. ഇവിടെ thickness എന്ന് പറയുന്നത് 20 kilometers or more. thickness 20 kilometer അതിന് മേലോട്ടോ ആണെങ്കിൽ ആണ് B ലെയറിന്റെ thicknessന്റെ range. and it is relatively dense. കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡെൻസർ ആണ്, റിലേറ്റീവ്ലി ഡെൻസ് വിത്ത് 2.4 to 2.6 gram per cc. ഡെൻസിറ്റിയുടെ റേഞ്ച് 2.4 to 2.6 gram per cc. അപ്പോൾ നമ്മൾ എ ലെയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി ലെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡിൽ ലെയർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡെൻസർ ആണ്. അതിന്റെ തിക്നെസ് 20 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആയിരിക്കും. ആ ഡെൻസിറ്റി കുറച്ചും കൂടെ എ ലെയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഡെൻസർ ആണ്. ഡെൻസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 2.4 to 2.6 gram per cc. ഈ ലെയറിനെ നമ്മൾ ഗ്രാനൈറ്റ് ലെയർ എന്നും വിളിക്കും. is also known as granite layer. It is mostly made up of granites and igneous and metamorphic rocks. അപ്പോൾ ഇതില് ഗ്രാനൈറ്റ്സ്, ഇഗ്നിയസ്, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഗ്നിയസ് റോക്ക് ആണ്. അപ്പോൾ ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നതിന്റെ പേരാണ് ബി ലെയർ ഓർ മിഡിൽ ലെയർ. ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ എ ലെയർ എന്ന് പറയുന്നത് സെഡിമെന്ററി റോക്സ് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നെങ്കിൽ ബി ലെയറിനകത്ത് വരുന്നത് ഇഗ്നിയസ് റോക്സും മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് തന്നെ ഗ്രാനൈറ്റ്സ് ആയിരിക്കും കൂടുതൽ, അതുകൊണ്ടാണ് അതിനെ ഗ്രാനൈറ്റ് ലെയർ എന്ന് വിളിക്കുന്നത്. കുറച്ചും കൂടി ഡെൻസിറ്റി കൂടുതലാണ്, എ ലെയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് ബി ലെയറിന്. നൗ തേർഡ് ഇസ് സി ഓർ ലോവർ മോസ്റ്റ് ലെയർ. സി അല്ലെങ്കിൽ ലോവർ മോസ്റ്റ് ലെയർ. അപ്പൊ ലോവർ മോസ്റ്റ് ലെയറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് റേഞ്ച് 25 to 40 കിലോമീറ്റർ. ലോവർ മോസ്റ്റ് ലെയർ ആണെങ്കിൽ തിക്നെസ് 25 to 40 കിലോമീറ്റർ. കുറെ കൂടെ ഡെൻസർ ആണ്, അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി റേഞ്ച് കുറച്ചുകൂടെ കൂടുതലാണ്. ദാറ്റ് ഇസ് 2.8 to 3.3 gram per cc. അപ്പോൾ ലോവർ മോസ്റ്റ് ലെയർ ആണ് ഡെൻസസ്റ്റ് ലെയർ. Then it is mainly made of basic materials. ഇത് ബേസിക് മിനറൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ലോവർ മോസ്റ്റ് ലെയർ. ബേസിക് മിനറൽസ് ഏതാണ്? ബേസിക് മിനറൽസ് മെയിൻലി മാഗ്നീഷ്യം സിലിക്കേറ്റ്സ്. മാഗ്നീഷ്യം സിലിക്കേറ്റ്സ് ആണ് ഇതിൽ കൂടുതൽ വരുന്ന മിനറൽസ്. ബേസിക് മിനറൽസ് കൊണ്ടാണ് തേർഡ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. It is also known as SIMA. SIMA. അതിനെ സിമ എന്ന് അറിയപ്പെടും. That is SI stands for silica and MA stands for magnesium. സിമ എന്ന് നമ്മൾ തേർഡ് ലെയറിനെ വിളിക്കാറുണ്ട്. അപ്പോൾ തേർഡ് ലെയർ എന്ന് പറയുന്നതാണ് ലോവർ മോസ്റ്റ് ലെയർ. ദാറ്റ് ഇസ് ദ സി ലെയർ. തിക്നെസ് കുറെ കൂടെ കൂടുതലാണ്, ഓഫ് റേഞ്ച് 25 to 40 കിലോമീറ്റേഴ്സ്. ഡെൻസിറ്റി റേഞ്ച് എന്ന് പറയുന്നത് 2.8 to 3.3 gram per cc. ഇത് കൂടുതലായിട്ടും എന്താ ബേസിക് മിനറൽസ് മെയ്ഡ് പ്രിഡോമിനന്റ്ലി ഓഫ് ബേസിക് മിനറൽസ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന മിനറൽ ആണ് മാഗ്നീഷ്യം സിലിക്കേറ്റ്.
അതുകൊണ്ട് തന്നെ ഈ ലെയറിനെ സിമ എന്നും വിളിക്കും. സംടൈംസ് നെയിംഡ് ആസ് സിമ, where Si stands for silica and Ma stands for magnesium. നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് 3 ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും, A, B and C. അപ്പർ, മിഡിൽ ആൻഡ് ലോവർ മോസ്റ്റ് ലെയർ. അപ്പൊ അപ്പർ ലെയറിന് തിക്നെസ് കുറവും ലോവർ മോസ്റ്റ് ലെയറിന് തിക്നെസ് കൂടുതലായിരിക്കും. ഡെൻസിറ്റി പറഞ്ഞ പോലെ ലോവർ മോസ്റ്റ് ലെയറിനാണ് കൂടുതൽ. എ ലെയറിനകത്ത് സെഡിമെന്ററി റോക്സ് ആയിരിക്കും. അതിന്റെ താഴെ വരുന്ന ബി ലെയറിനകത്ത് ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സ്. ഇഗ്നിയസിൽ മെയിൻ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അതിന്റെ ഏറ്റവും താഴത്തെ അതായത് ലോവർ മോസ്റ്റ് ലെയർ സി ലെയറിനകത്ത് എന്ന് പറയുന്ന ബേസിക് മിനറൽസ് കൊണ്ടാണ്, മെയിൻലി മെഗ്നീഷ്യം, സിലിക്കേസ്. ദിസ് ഈസ് അബൌട്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ക്രസ്റ്റിൽ തന്നെ കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. Now next, oceanic crust. അപ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റില് 3 ലെയർ ഉണ്ടായിരുന്നു. അതിന്റെ സി ലെയറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓഫ് സി ലെയർ. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ സി ലെയറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ഓഷ്യാനിക് ക്രസ്റ്റ്. ഇവിടെ നമുക്ക് എ ആൻഡ് ബി ലെയേഴ്സ് ഇല്ല. എ ആൻഡ് ബി ലെയേഴ്സ് ആർ ആബ്സെന്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ എ ആൻഡ് ബി ലെയേഴ്സ് ഇതില് ആബ്സെന്റ് ആണ്. സി ലെയർ, കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ സി ലെയറിന്റെ എക്സ്റ്റൻഷൻ ആണ് ഓഷ്യാനിക് ക്രസ്റ്റ്. അതുകൊണ്ട് തന്നെ എ ആൻഡ് ബി ലെയേഴ്സ് അതിൽ നിന്നും ആബ്സെന്റ് ആണ്. അതിന് ആവറേജ് വോളിയം എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്, ആവറേജ് വോളിയം is estimated to be 2.54 into 10 raised to 9 cc. ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ആവറേജ് വോളിയം എന്ന് പറയുന്നത് 2.54 into 10 raised to 9 ക്യൂബിക് സെന്റിമീറ്റർ. cc എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ക്യൂബ്. ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ആണ് cc. And also average density. Average density is 3 gram per cc. So oceanic crust എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ സി ലെയറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റിലുള്ള എയും ബിയും ലെയേഴ്സ് ഓഷ്യാനിക് ക്രസ്റ്റിൽ ഉണ്ടാവില്ല. ഈ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ ആവറേജ് വോളിയം എന്ന് പറയുന്നത് 2.54 into 10 raised to 9 cubic centimeters and average density is 3 gram per cc. Average density is 3 gram per cc. So internal structure of earth le first നമ്മൾ പറഞ്ഞത് crust. crustന്റെ കാര്യങ്ങളെല്ലാം കണ്ടു. Now next internal structure of earth le next വരുന്നത് എന്താണ്? crust കഴിഞ്ഞാൽ വരുന്നത് mantle. crust കഴിഞ്ഞാൽ വരുന്നത് mantle. Mantle is the second concentric shell of earth. Mantle is the second concentric shell of earth. earthനെ നമ്മൾ concentric shells ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് crust, mantle, core. അതിലെ സെക്കൻഡ് ഷെൽ ആണ് mantle. It lies beneath crust and makes up to 84% of Earth's volume. അപ്പോൾ mantle എവിടെയാണ്? Mantle lies beneath crust and it makes up to 84% of Earth's volume. Earth വോളിയത്തിന്റെ 84% ആണ് mantle. Earthന്റെ ടോട്ടൽ വോളിയത്തിന്റെ 84% ഓക്യുപ്പൈ ചെയ്യുന്നത് mantle ആണ്. Now mantle depth എന്ന് പറയുന്നത് up to 2900 kilometer. Extends up to depth 2900 kilometers. 2900 kilometers depth വരെ mantle extend ചെയ്യും. mantle nature എങ്ങനെയാണെന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കി എടുത്തിട്ടില്ല. And mantle is divided into two, upper mantle and lower mantle.
Mantle is again divided into two, upper mantle and lower mantle. Upper mantle and lower mantle. Upper mantle എന്ന് പറയുമ്പോൾ 100 to 900 kilometers depth. 100 to 900 kilometers depth ആണ് upper mantle വരുന്നത്. Whereas lower mantle ആകുമ്പോൾ 900 to 2900 kilometer depth. Mantle തന്നെ upper mantle lower mantle ഉണ്ട്. Upper mantle എന്ന് പറയുമ്പോൾ 100 to 900 kilometers depth ഉം lower mantle എന്ന് പറയുമ്പോൾ 900 to 2900 kilometer depth. ഇനി upper mantle is further divided into two layers of thickness 400 and 600 kilometers. ഇതിനെ രണ്ട് ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലെയറിന്റെ thickness 400 ഉം അടുത്ത ലെയറിന്റെ thickness 600 kilometers. അപ്പർ മാന്റിലിനെ തന്നെ രണ്ട് ലെയർ ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലെയറിന്റെ thickness 400 kilometers മറ്റേ ലെയറിന്റെ thickness 600 kilometers. Then mantle density എന്ന് പറയുന്നത് just below the crust. Density, mantle density just below crust ആണെങ്കിൽ it is 3.3 gram per cc, and at the base of mantle ആണെങ്കിൽ density is 5.7 gram per cc. അപ്പോൾ മാന്റിലിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ക്രസ്റ്റിന് ജസ്റ്റ് ബിലോ ആയിട്ട് 3.3 gram per cc യും മാന്റിലിന്റെ ബേസിൽ 5.7 gram per cc. Then a part of upper mantle is in plastic state rather than solid state അതിനെയാണ് asthenosphere എന്ന് വിളിക്കുന്നത്. asthenosphere എന്താണ് asthenosphere? പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഇരിക്കുന്ന പാർട്ട് ഓഫ് അപ്പർ മാന്റിൽ, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് അപ്പർ മാന്റിൽ ഇൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. asthenosphere is part of upper mantle in plastic state. അതിന്റെ 100 to 500 kilometers depth, 100 kilometers to 500 kilometers depth ആണ്. asthenosphere-ലാണ് വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ സോഴ്സ്. വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ സോഴ്സ് വരുന്നത് asthenosphere-ലാണ്. So asthenosphere ഇരിക്കുന്ന എവിടാന്ന് വെച്ചാൽ it is located entirely in the upper mantle and supports slowly moving tectonic plates. asthenosphere upper mantle-ലാണ് ഇരിക്കുന്നത്. അതിനകത്താണ് വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടാവുന്നത്. It is having a depth of range 100 to 500 kilometers. It is in plastic state. ഇനി വേറൊരു ടേം ഉണ്ട്. asthenosphere പറഞ്ഞ പോലെ there is another term, that is lithosphere. നമ്മൾ സാധാരണ lithosphere എന്ന് പറയും, പക്ഷെ lithosphere is actually the rigid outer part of Earth consisting of crust and upper mantle. It is the rigid outer part of Earth consisting of crust and upper mantle. ക്രസ്റ്റും അപ്പർ മാന്റിലും കൂടെ വരുന്ന റിജിഡ് ഔട്ടർ പാർട്ട് ഓഫ് എർത്ത് അതിനെയാണ് ലിഥോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഇസ് ലിഥോസ്ഫിയർ? ലിഥോസ്ഫിയർ ഇസ് ദി റിജിഡ് ഔട്ടർ പാർട്ട് ഓഫ് എർത്ത് which consists of crust and upper mantle. Rigid outer part of earth consisting of crust and upper mantle is known as lithosphere.
The innermost concentric shell of Earth, or the third shell of Earth, is the core. Crust, mantle, pinna varunu. The innermost concentric shell, that is core. Core is the innermost concentric shell. Core is the innermost concentric shell of Earth. The core boundary begins at a depth of 2900 km from the surface and extends to the center of Earth at 6371 km. So, it is 2900 km to 6371 km. That is from the surface to center of Earth. From the surface to center of Earth. Earth in the surface 2000 surface 2900 km തൊട്ട് Earth in the center വരെ 6371 kilometers. അത്രയും ആണ് കോറിന്റെ ബൗണ്ടറി. അപ്പോൾ കോർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡെപ്ത് ആണ് ഇത് 2900 kilometer from the surface of Earth to 6371 kilometers to center of the Earth. Core is again divided into two, outer core and inner core. Core തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, outer core and inner core. Outer core ഉണ്ട്, inner core ഉണ്ട്. Outer core പറയുമ്പോൾ അതിന്റെ ഡെപ്ത് 2900 to 4580. 2900 kilometers to 4580 kilometers and behaves more like a liquid. Behaves like a liquid. ഒരു ലിക്വിഡ് പോലെയാണ് ഔട്ടർ കോർ ബിഹേവ് ചെയ്യുന്നത്. Whereas inner core-ന്റെ thickness 1790 kilometers and it is a solid metallic body. Inner core എന്ന് പറയുന്നത് solid metallic body. So core is again divided into two, outer core and inner core. Inner core behaves like a liquid and depth ranges from 2900 kilometers to 4580 kilometers, whereas inner core is a solid metallic body with thickness 1790 kilometers. Now let us look into the density of core. Core in the density എങ്ങനെയാണെന്ന് നോക്കാം. 5.7 gram per cc at the base of mantle. Mantle base density 5.7 gram per cc. Then 9.9 gram per cc at the top of mantle. Mantle top 9.9 gram per cc. Then 12.7 gram per cc at the boundary of inner core. Boundary of inner core. Inner core in the boundary it is 12.7 gram per cc and 13 gram per cc at the center of Earth. Earth in the center density vannittu 13 gram per cc. At the center density is 13 gram per cc. അപ്പോൾ കോറിനെ കുറിച്ച് എന്തെല്ലാം അറിയണം? കോർ എന്ന് പറയുന്നത് ഇന്നർമോസ്റ്റ് കോൺസെൻട്രിക് ഷെൽ ഓഫ് എർത്ത് ആണ്. കോറിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് it begins at a depth of 2900 km from the surface and extends to the center of Earth at 6371 kilometers. Core is again divided into two, outer core and inner core. Outer core has a depth of 2900 kilometers to 4580 kilometers and inner core has thickness of 1790 kilometers.
the outer core behaves like a liquid, whereas the inner core is a solid metallic body. Now, density of the core is 5.7 gram per cc at the base of the mantle, 9.9 gram per cc at the top of mantle, 12.7 gram per cc boundary of inner core, and 13 gram per cc at the center of earth. So, internal structure of earth, we geosphere, that is internal structure of earth. That is 3 concentric shells divided. Uppermost shell is crust, second or the middle shell is the mantle, and innermost concentric shell of earth is core. Innermost concentric shell of earth is core. Next, let us see about rocks. Rocks. What are rocks? Rocks are any naturally occurring solid mass or aggregate of minerals or mineraloid matter. Rocks എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ പറഞ്ഞ പാറ. So what is rock? Rocks are any naturally occurring solid mass, naturally occurring solid mass or aggregate of minerals or mineraloid matter. So rocks are any naturally occurring solid mass or aggregate of minerals or mineraloid matter. Rocks are again classified on the basis of minerals included, chemical composition and way in which they are formed. Rocks are classified based on rocks in എങ്ങനെയൊക്കെ classify ചെയ്യാം? Based on minerals included. Rocks ൽ ഉണ്ടാവുന്ന minerals നെ base ചെയ്ത് classify ചെയ്യാം. Then based on its chemical composition, rocks ന്റെ chemical composition അനുസരിച്ച് അതിനെ classify ചെയ്യാം. And also based on the method of formation or way of formation. നമ്മൾ പറയുന്ന മെയിൻ ക്ലാസിഫിക്കേഷൻ, അതായത് ബേസ്ഡ് ഓൺ ദി വേ ഓഫ് ഫോർമേഷൻ ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് റോക്സിൽ പറയുന്നത്. Rocks form the Earth's outer solid layer, crust and most of its interior, except for the liquid outer core and pockets of magma in the asthenosphere. അപ്പോൾ റോക്സ് എവിടെയൊക്കെ ഉണ്ട്? റോക്സ് എർത്തിന്റെ ഏതെല്ലാം ഭാഗമാണ് റോക്സ് ആയിരിക്കുന്നത്? Rocks form Earth's outer solid layer. Rocks form Earth's outer solid layer, then crust and most of its interior. Most of the interior of Earth except liquid outer core and pockets of magma in asthenosphere. Except liquid outer core and pockets of magma in asthenosphere. Asthenosphere വരുന്ന magma pockets liquid outer core ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇന്റീരിയറും റോക്സ് തന്നെയാണ് ഉള്ളത്. Now, rocks are usually grouped into
three main groups. Rocks are usually named into three main groups. ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്? ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ട്? igneous rocks, sedimentary rocks and metamorphic rocks. അത് തന്നെ based on the method of formation ആണ് ഈ മൂന്ന് ഗ്രൂപ്പ്സ് വരുന്നത്. igneous rocks, sedimentary rocks and metamorphic rocks. igneous rocks എങ്ങനെയാ ഉണ്ടാകുന്നത്? igneous rocks are formed when magma cools in the earth's crust or lava cools on the ground surface or on the ground surface or the seabed. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് igneous rocks, sedimentary rocks and metamorphic rocks. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? by cooling of magma or lava. igneous rocks are formed by cooling of magma or lava. ലാവയോ മാഗ്മയോ കൂൾ ചെയ്യുമ്പോഴാണ് igneous rocks ഉണ്ടാകുന്നത്. Then how are sedimentary rocks formed? Sedimentary rocks are formed by the diagenesis or lithification of sediments, which are in turn formed by weathering, transport and deposition of existing rocks. Formed by lithification or diagenesis of existing rocks. Of sediments. അതായത് existing റോക്സിന്റെ വെതറിങ് കാരണം എന്ത് സംഭവിക്കും? existing റോക്സ് വെതറിങ് കാരണം അത് ഡീകമ്പോസ് ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് അത് വേറെ എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ലിത്തിഫിക്കേഷനും ഡയജനീസിസും ഉണ്ടായിട്ട് സെഡിമെന്ററി റോക്സ് ആയിട്ട് മാറും. എക്സിസ്റ്റിംഗ് റോക്സിനെ വെതറിങ് വഴി അത് സെഡിമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ്, അത് വെതറിങ് വഴി എന്ത് സംഭവിക്കും? അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ട്രാൻസ്പോർട്ട്, വെതറിങ് കാരണം അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി എക്സിസ്റ്റ് ആവും. അത് വേറെ എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ അതിന്റെ ലിത്തിഫിക്കേഷൻ അല്ലെങ്കിൽ ഡയജീനിസിസ് വഴി അത് വേറൊരു റോക്കായിട്ട് മാറും. ആ റോക്കിനെയാണ് സെഡിമെന്ററി റോക്സ് എന്ന് വിളിക്കുന്നത്. Now the third group is metamorphic rocks, which are formed when existing rocks are subjected to high temperatures and pressure. Existing റോക്സിനെ ഹൈ ടെമ്പറേച്ചറും പ്രഷറും കാരണം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോഴാണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാവുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് existing rocks when subjected to high temperature and pressure. ഈ എക്സിസ്റ്റിംഗ് റോക്സ്, അതായത് ഇഗ്നിയസ് റോക്സോ സെഡിമെന്ററി റോക്സോ ഹൈ ടെമ്പറേച്ചറിലോ പ്രഷറിലോ വരുമ്പോൾ അതിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ ഉണ്ടാകുന്ന റോക്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റമോർഫിക് റോക്സ്. മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് പറയുന്നത് ഡ്യൂ ടു ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റോക്സ് വെൻ സബ്ജക്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് മാഗ്മയോ ലാവയോ കൂൾ ചെയ്യുമ്പോഴുണ്ടാകുന്നതാണ് ഇഗ്നിയസ് റോക്സ്. ഇനി ഈ ഇഗ്നിയസ് റോക്സോ മെറ്റമോർഫിക് ഈ എക്സിസ്റ്റിംഗ് റോക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടാകുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്. ഇഗ്നിയസ് റോക്സിന്റെ വെതറിങ് ഏജൻസി കാരണം അതിനെ ബ്രേക്ക് ചെയ്ത് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ലിത്തിഫിക്കേഷൻ അല്ലെങ്കിൽ ഡൈജീനസിസ് സംഭവിക്കും ഓഫ് സെഡിമെന്റ്സ്. അങ്ങനെ ഉണ്ടാകുന്ന റോക്സ് ആണ് സെഡിമെന്ററി റോക്സ്. And metamorphic rocks are formed by the transformation of existing rocks when subjected to high temperature and pressure. Now, examples for igneous rocks are granite and basalt. Igneous rocks in the example are granite, basalt.
Sedimentary rocks in the example are sandstone, limestone, shale. Metamorphic rocks in the example are slate, schist and marble. Metamorphic rocks in the example are slate, schist, marble. So, just rocks and classify every rocks rocks surface soils. What are soils? Soil is a loose surface material that covers most of the land. Loose surface material covering land. ഭൂരിഭാഗ ലാൻഡിനെയും കവർ ചെയ്യുന്ന ലൂസ് സർഫസ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് soil. Now, soil consists of inorganic particles and organic matter. Soil consists of inorganic particles and organic matter. Inorganic particles and organic matter are soil. Soil composition it is made up of inorganic particles and organic matter. Now, soils provide structural support to plants and is also their source of water and nutrients. Soils in the function and the provide structural support to plants and also source of water and nutrients, and is source of water and nutrients. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഓർഗാനിസത്തിനും ബാക്കി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനും സപ്പോർട്ട് കൊടുക്കുന്നത് soil തന്നെയാണ്. Now, soils vary greatly in chemical and physical properties. Soils in the chemical properties and physical properties നല്ല രീതിയിൽ vary ചെയ്യും. Now, processes such as leaching, weathering and microbial activity combine to make a whole range of different soil types. പല type of soils ഉണ്ടാവും. Soils എങ്ങനെയാണ് ഉണ്ടാവുന്നത്? Formed by leaching, weathering and microbial activity. Soils are formed by leaching, weathering and microbial activities. Soils are formed by leaching, weathering and microbial activities. Basically, there are 3 types of soil. 3 type soil ഉണ്ട്. Types of soil. അതിൽ 3 basic types എന്ന് പറയുന്നത് sand, silt and clay. Sand, silt, clay. Sand, silt, clay ആണ് 3 basic types of soil. ഇതാണ് 3 ബേസിക് ടൈപ്പ്. പക്ഷെ നമ്മൾ സാധാരണ ഒരു സോയിൽ എന്ന് പറയുമ്പോൾ ഈ 3ന്റെ കോമ്പിനേഷൻ ഇത് 3ഉം കൂടെ ചേർന്ന് വരുന്നതാണ് നമ്മുടെ പല സോയിൽസും. ഇത് ബേസിക് ടൈപ്സ് ആണ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ആക്ച്വലി സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് വെതേർഡ് റോക്സ്. സാൻഡ് മീൻസ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് weathered rocks. Sand എന്ന് പറയുന്നത് small particles of weathered rocks ആണ്. It is fairly coarse and loose. സാൻഡിന്റെ എങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ fairly coarse and loose. സാൻഡ് കോഴ്സും ആണ് ലൂസും ആണ്.
so that water is able to drain. Water പെട്ടെന്ന് drain ചെയ്യും. പക്ഷേ silt എന്ന് പറഞ്ഞാൽ fine sand ആണ്, which will hold water better. അപ്പോൾ സാൻഡിനകത്ത് എന്ന് പറയുമ്പോൾ water will drain easily. സിൽറ്റ് പറയുകയാണെങ്കിൽ സിൽറ്റിന്റെ പ്രത്യേകത എങ്ങനെയാണ്? സിൽറ്റ് എന്ന് പറഞ്ഞാൽ ഫൈൻ സാൻഡ് പോലെയാണ്, കുറച്ചുകൂടെ ഫൈൻ സാൻഡ് പോലെയാണ്. will hold water better than sand. Silt holds water better than sand. അതുപോലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ക്ലേ. ക്ലേ എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻ സോയിൽ ആണ്. സിൽറ്റിനേക്കാളും ഫൈൻ ഗ്രെയിൻഡ് ആണ് ക്ലേ. അതുകൊണ്ട് very little space between fine grains for air or water to circulate. Very little space in between for circulation of air and water. Clay particles in the ഇടയിൽ വരുന്ന സ്പേസ് വളരെ വളരെ കുറവാണ്. അപ്പോൾ എയർ വാട്ടർ സർക്കുലേറ്റ് ചെയ്യാൻ വളരെ വളരെ കുറച്ച് സ്പേസേ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ഉള്ളൂ. ഇനി ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ട് പറയാവുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിൽ ആണ് ലോം. ലോം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 3. ഈ മൂന്നെണ്ണത്തിന്റെയും കോമ്പിനേഷൻ ആണ് ലോം. അത് മോയ്സ്ചർ നന്നായിട്ട് ഹോൾഡ് ചെയ്യും, നല്ല ഡ്രെയിനേജിന് അലൗ ചെയ്യും. allows good drainage and also holds moisture. അപ്പോൾ ബേസിക് ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. പിന്നെ വേറെ പല ടൈപ്പ് സോയിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഉള്ള മോസ്റ്റ് ടൈപ്പ് ഓഫ് സോയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. പക്ഷെ ബേസിക് 3 സോയിൽസ് എന്ന് പറയുന്നത് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നതാണ് ലോ. അതായത് സാൻഡും സിൽറ്റും ക്ലേയുടെയും സാൻഡ്, സിൽറ്റ്, ക്ലേയുടെ പ്രൊപ്പോർഷൻ ഇങ്ങനെ മാറി തിരിഞ്ഞ് വരുമ്പോഴാണ് ലോം ഉണ്ടാകുന്നത്. ലോം എന്ന് പറയുന്നത് it allows good drainage and also holds moisture. So സോയിലിനെ പറ്റി എന്തൊക്കെ അറിയണം? സോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലൂസ് സർഫസ് മെറ്റീരിയൽ കവറിംഗ് ലാൻഡ്. ലാൻഡിനെ കവർ ചെയ്യുന്ന ലൂസ് സർഫസ് മെറ്റീരിയൽ ആണ്. സോയിൽ എന്തൊക്കെ ഉണ്ട്? ഇനോർഗാനിക് പാർട്ടിക്കിൾസും ഓർഗാനിക് മാറ്ററും ഉണ്ട്. അത് പ്ലാന്റ്സിനും പിന്നെ എല്ലാ ഇൻഹാബിറ്റൻസിനും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് സോയിലാണ്. സോയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബൈ ലീച്ചിങ്, വെതറിങ് ആൻഡ് മൈക്രോബിയൽ ആക്ടിവിറ്റീസ്. ബേസിക് 3 ടൈപ്സ് ആണ് സാൻഡ്, സിൽറ്റ്, ക്ലേ. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നതാണ് ലോ.